അപ്പൊ ഇതില് ഞാൻ പറയുന്നത് ഈ ആത്മഹത്യാ പ്രവണത, അതായത് കേരളത്തിൽ വളരെയേറെ ആത്മഹത്യാ പ്രവണത വളരെ കൂടുതലാണ് പൊതുവെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത്. ഇത്രയും വിദ്യാഭ്യാസമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടും നമ്മൾ അതിൽ വളരെ പിന്നോക്ക അവസ്ഥയാണ്. വിദ്യാഭ്യാസ എഡ്യൂക്കേഷൻ സിസ്റ്റത്തില് ഇതൊക്കെയാണ് ശരിക്കും ഉൾപ്പെടുത്തേണ്ടത്. അതായത് ആത്മഹത്യാ പ്രവണതകൾ കുറയ്ക്കാനുള്ളത്, അതുപോലെ തന്നെ ലൈംഗിക വിദ്യാഭ്യാസം, മറ്റേ ഈ റോഡ് സുരക്ഷാ നിയമങ്ങള്, ലഹരി ഉപയോഗം തടയുന്നത്, അതിന്റെ ദൂഷ്യവശങ്ങള്, ഇതൊക്കെയാണ് ശരിക്കും സിലബസിൽ ഉൾപ്പെടുത്തേണ്ടത്. അല്ലാതെ വെറുതെ മറ്റ് എന്താ പറയുക രാമായണവും മഹാഭാരതവും മറ്റേ ജാതക കഥകളും അതൊന്നും അല്ല ശരിക്കും ഉൾപ്പെടുത്തേണ്ടത്. ഞാൻ പറഞ്ഞു വന്നത് ഈ ആത്മഹത്യ എന്ന് പറയുന്നത് വളരെ എന്താ പറയാ പെട്ടെന്നുള്ള ഒരു ഇതില് ചെയ്യുന്നത്, അത് ഒരുപാട് പേർക്ക് നഷ്ടങ്ങൾ സംഭവിക്കില്ല. അപ്പൊ അദ്ദേഹം പോയി, ദീപക് പറഞ്ഞ ആള് പോയി, പക്ഷെ അതിലെ പിന്നില് ആ അച്ഛനും അമ്മയും ഇനി ജീവിതം ഫുള്ള് ദുഃഖമായി മാറും. ഞാൻ പൊതുവെ ഈ പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, നമ്മളെ ഒരു ടീമുകള് അവരെന്ത് ചെയ്താലും ആത്മഹത്യ ചെയ്യേയില്ല. ആരാണ് മനസ്സിലായ? അതായത് രാഷ്ട്രീയക്കാര്. നമ്മൾ ഏത് കാര്യത്തിലും രാഷ്ട്രീയക്കാരെ നമ്മൾ ഫോളോ ചെയ്തില്ലെങ്കിലും ആ ഒരു തൊലിക്കട്ടിയുടെ കാര്യത്തില് അവരെ നമ്മളത് ഫോളോ ചെയ്തേ പറ്റൂ. അതായത് ഇതുവരെ ഒരു രാഷ്ട്രീയക്കാരനും ആത്മഹത്യ ചെയ്ത ചരിത്രം വളരെ കുറവാണ് ശതമാനം നോക്കുന്ന സമയത്ത്. നമ്മളെ റീസെന്റ് ആയിട്ടുള്ള ഇപ്പൊ കാര്യങ്ങൾ നോക്ക്. രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ അല്ല എത്ര ദിവസവും ഓരോരുത്തരെ പീഡിപ്പിച്ചു പറഞ്ഞിട്ട് കേസ് വന്നുകൊണ്ടിരിക്കുകയാണ്, ജാമ്യം എടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്തെങ്കിലും അദ്ദേഹം ആത്മഹത്യ ചെയ്യാനോ വല്ല ചെയ്യുന്നുണ്ടോ? അതൊന്നും ചെയ്യില്ല. രാഹുൽ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ് കേട്ടാ. ഇപ്പൊ രാഷ്ട്രീയക്കാരിൽ നേരെ ഇഷ്ടം പോലെ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ഇതുപോലെ പീഡന കേസുകളും എല്ലാ ചാനലുകളും താറടിച്ച് കാണിച്ചിട്ടുണ്ട്. ഇപ്പൊ ജസ്റ്റ് ഉമ്മൻചാണ്ടി സരിത കേസില്. പക്ഷെ അവര് ഒരിക്കലും ആത്മഹത്യ ചെയ്യേ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ധീരമായി പോരാടം. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളെ ഇതെന്ന് പറയുന്നത്, നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഒരു രാഷ്ട്രീയക്കാരനെ പോലെ നേരിടുക എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഓക്കെ, ശരിയല്ലേ? ഇനിയും നമ്മുടെ ചാനല് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.